ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക നേരെ പോയിട്ട് സുന്ദരിയോട് ചോദിക്കുന്നുണ്ട്, ജ്യോതിയെ നിങ്ങൾക്ക് എപ്പോഴാണ് അറിയാവുന്നതെന്ന്. അപ്പോൾ സുന്ദരി ഒന്നും അറിയാത്തതുപോലെ പറയാണ്, ഏത് ജ്യോതി ചന്ദ്രിക? അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് സംസാരിച്ചില്ലേ, ആ ജ്യോതി തന്നെ. അത് കേട്ടപ്പോൾ സുന്ദരി ആകെ വല്ലാതായി. കാരണം അവർ തമ്മിൽ സംസാരിച്ചത് ചന്ദ്രിക കണ്ടു എന്നുള്ളത് സുന്ദരിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ചന്ദ്രിക സംശയത്തോടെയാണ് പിന്നീട് സംസാരിക്കുന്നത്, ജ്യോതിയെ നിങ്ങൾക്ക് മുന്നേ അറിയാമോ? ഇല്ല ചന്ദ്രിക, എനിക്ക് അവരെ മുന്നേ ഒന്നും അറിയില്ല. സുന്ദരി വീണ്ടും ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ഓ, അറിയാത്ത ആളുടെ കൂടി ആയിരുന്നോ അത്രയും നേരം ഈ എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയല്ലേ സർ, ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് 1-2 തവണ ഇതിനു മുൻപേ അവരെ കണ്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് മറ്റൊരു ബന്ധവും ഇല്ല അവരുമായിട്ട്. എന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നത് ജ്യോതി ആരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്നാണല്ലേ? പക്ഷേ ഇങ്ങോട്ട് നോക്ക്, ജ്യോതി ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. താൻ പെട്ടോ എന്നൊരു സംശയത്തിലാണ് സുന്ദരി നിൽക്കുന്നത്. എന്നിട്ടും അവരൊന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ജ്യോതിയും ഞങ്ങളും തമ്മിൽ എത്രത്തോളം കടുത്ത ശത്രുതയിലാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ജ്യോതിയുമായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകി നിങ്ങൾ സംസാരിച്ചാൽ അത് ഞങ്ങൾക്ക് തെറ്റായി തോന്നില്ലേ? സുന്ദരി പേടിയോടെ മറുപടിയൊന്നും പറയാതെ കുറച്ചു നേരം തലതാഴ്ത്തി നിൽക്കുകയാണ്. അവർ രണ്ടുപേരും സുന്ദരിയെ തന്നെ വാച്ച് ചെയ്യുമായിരുന്നു. ആ സമയത്ത് സുന്ദരി പറയുന്നുണ്ട്, സർ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മറ്റൊന്നുമില്ല സർ. അവർ ക്ഷേത്രത്തിൽ വന്നതാണ്. അവിടെ വെച്ച് ഞാനും അവിചാരിതമായിട്ടാണ് അവരെ കണ്ടത്. അവരോട് ഞാൻ വാസുദേവൻ സാറിനെ കുറിച്ചാണ് അന്വേഷിച്ചത്. സാറ് ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ, അപ്പോൾ സാർ എവിടെയെങ്കിലും കിടന്ന് കഷ്ടപ്പെടുവാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അവസാനം സിദ്ധു പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് സുന്ദരി, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതിനു മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ സുന്ദരിയായിട്ട് കണ്ടിട്ടുണ്ടാവാം, സംസാരിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇനി അങ്ങോട്ട് അവരുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾക്ക് പാടില്ല, മനസ്സിലായോ? ഇനി ഞാൻ അവരെ കണ്ടാലും സംസാരിക്കാനൊന്നും പോവില്ല സർ. സുന്ദരി വേഗം തന്നെ മാപ്പപേക്ഷിക്കുകയാണ്. സുന്ദരി ഭയത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അവ സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കിക്കൊണ്ട് സിദ്ധു സുന്ദരിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം, ജ്യോതികാരനാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ ഈ ഗതികേടിലായത്. ഇനി മേലാൽ നിങ്ങളും അവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായോ? മനസ്സിലായി സർ. ശരി, എങ്കിൽ കോഫി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് സിദ്ധു അവിടുന്ന് പോവാണ്. സുന്ദരി പാവത്തിനെ പോലെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രിക അവിടെ തന്നെ ഉണ്ട്. ചന്ദ്രികയ്ക്ക് വീണ്ടും ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് സുന്ദരിക്കും മനസ്സിലായതാണ്. ചന്ദ്രിക കുറച്ചു നേരം കൂടി അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ സുന്ദരി ആകെ വെട്ടിലായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതേസമയം വാസുദേവനാണെങ്കിൽ ഒരു സ്ഥലത്തിരുന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും മദ്യം കുടിക്കും തോറും വാസുദേവൻ്റെ മനസ്സിൽ ജ്യോതി പറഞ്ഞ ഓരോരോ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അയാളെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് സമാധാനത്തോടെ മുംബൈയിൽ പോയി താമസിക്കാം. ഇനിയൊരു പക്ഷേ ഞാൻ അദ്ദേഹത്തെ പറ്റിച്ചിട്ട് പോയാലും ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയും, നീ എവിടെയായാലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചാൽ മതിയെന്ന്. ഓർക്കും തോറും വാസുദേവൻ്റെ ദേഷ്യം കൂടിക്കൊണ്ടേ വരികയാണ്. വീണ്ടും വീണ്ടും അയാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജ്യോതിയാണെങ്കിൽ ഭക്ഷണമൊക്കെ റെഡിയായിട്ട് വാസുദേവനെ കാത്തു നിൽക്കുകയാണ്. സമയം നോക്കുന്ന സമയത്ത് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോൺ എടുത്തിട്ട് വാസുദേവനെ വിളിക്കാൻ തുടങ്ങുകയാണ്. വാസുദേവനാണെങ്കിൽ ദേഷ്യത്തോടെ മദ്യപിച്ചിട്ട് ഗ്ലാസ്സൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ജ്യോതിയുടെ ഫോൺ വന്ന സമയത്ത് വാസുദേവൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് ചിന്തിക്കുകയാണ്, എന്തിനാ ഇവളിപ്പോൾ എന്നെ വിളിക്കുന്നത്? ഹലോ. അയാൾ ദേഷ്യത്തോടെ ഫോൺ എടുക്കുകയാണ്. എന്താ ഏട്ടാ, രാവിലെ പോയതല്ലേ, എന്താ ഇത്ര നേരമായിട്ടും വീട്ടിലേക്ക് വരാത്തത്? നിങ്ങൾ എവിടെയാണ് പോയത്? ജ്യോതി സ്നേഹത്തോടെ അന്വേഷിക്കുകയാണ്. പക്ഷേ ജ്യോതിയുടെ ആ സ്നേഹത്തിന് പുറകിലുള്ള കള്ളത്തരം മനസ്സിലായതുകൊണ്ട് വാസുദേവൻ ദേഷ്യത്തോടെയാണ് കേട്ട് നിൽക്കുന്നത്. ജ്യോതിയാണെങ്കിൽ അതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ പിന്നീട് വീണ്ടും അഭിനയിക്കുകയാണ്. നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് അതും വന്നില്ല, എവിടെയാ നിങ്ങൾ? വാസുവാണെങ്കിൽ പ്രതികാരത്തോടെയാണ് ജ്യോതിയുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ജ്യോതി കൊഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര നേരമായി ഞാനും ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്നു. വേഗം വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, സ്നേഹത്തോടെ പറയാണ്. അപ്പോൾ വാസു മുഴുവൻ കേട്ടതിന് ശേഷം ജ്യോതിയുടെ കള്ളത്തരം അറിയാവുന്നത് കൊണ്ട് അയാൾ പുച്ഛത്തോടെ പറയാണ്, ഓ, എനിക്ക് വേണ്ടിയാണോ നീ ഇത്ര നേരം ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുന്നത്? പക്ഷെ വാസുദേവൻ മദ്യപിച്ചതുകൊണ്ട് തന്നെ അയാളുടെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ലേ? വാസുദേവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ജ്യോതിക്കൊരു പന്തികേട് തോന്നുവാണ്. എന്നിട്ടും ഒന്നും മനസ്സിലാവാത്തതുപോലെ ജ്യോതി വീണ്ടും സംസാരിക്കുകയാണ്. ഏയ് ഇല്ല, ഞാൻ ഇനിയും ഭക്ഷണം കഴിച്ചതേ ഇല്ല. ഞാൻ എപ്പോഴാണ് നിങ്ങളില്ലാതെ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്? അപ്പോൾ വാസു മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്ര നന്നായിട്ട് ഇവൾ അഭിനയിക്കുന്നത്.
ഇവൾ വായി തുറക്കുന്നത് തന്നെ കള്ളത്തരം പറയാൻ മാത്രമാണെന്ന് തോന്നുന്നു. ശരി ശരി വെക്ക്, ഞാൻ വരാം എന്ന് മദ്യത്തിൻ്റെ ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ടാണ് വാസു കോള് കട്ട് ചെയ്യുന്നത്. ജ്യോതിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു. ഇതെന്താ എപ്പോഴും കൊഞ്ചി കൊഞ്ചിയാണല്ലോ സംസാരിക്കാറ്, ഇന്നെന്തോ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് പോലെ. വരട്ടെ, എന്നിട്ട് നോക്കാം. ജ്യോതി പുറത്തേക്ക് വാസുവിനെയും കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് വാസു ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് വേണ്ടി മഹേന്ദ്രനെ പറ്റിച്ചിട്ട് 80 ലക്ഷം രൂപ കയ്യിലാക്കി വലിയൊരു വീട് വാങ്ങിക്കൊടുത്തത് എത്ര വലിയ തെറ്റായിപ്പോയി. അവസാനം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയതിന് ശേഷം എന്നെ പറ്റിക്കാനായിരുന്നു ഇവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൾക്ക് കൊടുത്തതെല്ലാ കാര്യങ്ങളും തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ഇവളും ഇവളുടെ ഏട്ടനും ചേർന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് കടന്നു കളയും. വാസു ഇങ്ങനെ കൗശലത്തോടെ ചിന്തിക്കുകയാണ്. ഇവൾ ഇത്രയും കാലം എനിക്ക് മുന്നിൽ എങ്ങനെയാണോ അഭിനയിച്ചത് അതേപോലെ അഭിനയിച്ചിട്ട് തന്നെ ഞാനും ഇവളെ പറ്റിക്കാൻ പോവുകയാണ്. അയാൾ മനസ്സിൽ പ്രതികാരത്തോടെ ഒരു ഉറച്ച തീരുമാനത്തിലെത്തുവാണ്. പിറ്റേന്ന് രാവിലെ ആയ സമയത്ത് ടെറസിൽ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക. അത് സന്തോഷത്തോടെ അതൊക്കെ കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്താണ് താഴെ പൂന്തോട്ടത്തിലായിട്ട് ഫോൺ ചെയ്ത് നിൽക്കുകയാണ് സുന്ദരി. അപ്പോൾ ചന്ദ്രിക സംശയത്തോടെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ പൂന്തോട്ടത്തിൽ നിന്ന് സുന്ദരി കോൾ ചെയ്യുന്നത്? അതും ഒളിച്ചൊളിച്ച് സംസാരിക്കുന്നത് പോലെയുണ്ടല്ലോ. എന്തിനാവും തോട്ടത്തിൽ വന്നിട്ട് സംസാരിക്കുന്നത്? ഇനിയൊരു പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ജ്യോതിയെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കുമോ? ചന്ദ്രിക സംശയത്തോടെ ഓരോന്നോരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ താഴെ പൂന്തോട്ടത്തിൽ നിന്ന് കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുന്ദരി. അപ്പോൾ ചന്ദ്രിക വിചാരിക്കുന്നുണ്ട്, എന്തായാലും എന്തോ ഒരു കാര്യം തെറ്റായിട്ട് സംഭവിക്കുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. ആ സമയത്ത് സുന്ദരി താഴെ നിന്ന് കോൾ കട്ട് ചെയ്യാണ്. ശരി, ഞാൻ ഫോൺ വെക്കുകയാണ്. എന്നിട്ട് അവർ ചുറ്റിലും നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ തന്നെയെന്ന്. അതേസമയം ചന്ദ്രിക വേഗം മറഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സുന്ദരി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ചന്ദ്രിക താഴെ വരുന്ന സമയത്ത് സുന്ദരി കോള് കഴിഞ്ഞിട്ട് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് വന്നത്. അവിടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് അവർ ബാക്കി കഴിച്ച എച്ചിൽ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചന്ദ്രിക അവരെ തന്നെ വാച്ച് ചെയ്ത ശേഷമാണ് പെട്ടെന്ന് അവൾ കാണുന്നത് സുന്ദരിയുടെ ഫോൺ അവിടെ ഉള്ളത്. ചന്ദ്രിക വേഗം തന്നെ വന്നിട്ട് സുന്ദരിയുടെ ഫോൺ എടുത്ത് നോക്കുകയാണ്. പക്ഷേ ഒരു അൺനോൺ നമ്പറാണ് അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കാകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഇതൊരു അൺനോൺ നമ്പർ ആണല്ലോ, അപ്പോൾ സുന്ദരി ജ്യോതിയായിട്ടായിരിക്കില്ല സംസാരിച്ചിട്ടുണ്ടാവുക. ശരി, സുന്ദരി ജ്യോതിയൊക്കെ ഒപ്പം ചേർന്നിട്ട് എന്തെങ്കിലും ഫോട്ടോ മറ്റോ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗാലറി തുറന്ന് നോക്കുവാണ്. പക്ഷെ ആ സമയത്ത് ചന്ദ്രിക ശരിക്കും ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം സുന്ദരിയുടെ ഫോണിനകത്തുണ്ടായിരുന്നത് ഒരു വീഡിയോ ആണ്. മേഘ മുൻപ് ആകാശിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചന്ദ്രികയുടെ പേര് പറഞ്ഞ് സംസാരിച്ച ആ ഒരു വീഡിയോ ആയിരുന്നു അത്. മേഘ ആരും അറിയാതെ സംസാരിച്ച കാര്യങ്ങളൊക്കെ സുന്ദരി ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചന്ദ്രിക കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശിൻ്റെ അച്ഛനല്ലേ സംസാരിക്കുന്നത്, ഞാൻ ചന്ദ്രികയാണ്. ആരതിയുടെ അച്ഛന് മറ്റൊരു പെണ്ണുമായിട്ട് ഒരു മോശം റിലേഷൻ ഉണ്ട് എന്നൊക്കെ മേഘ സംസാരിക്കുന്നതാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബവുമായിട്ട് റിലേഷൻ വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിക്കേ എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക ചിന്തിക്കുകയാണ്, അന്ന് എൻ്റെ ഫോൺ എടുത്തിട്ട് മേഘ ആകാശിൻ്റെ അച്ഛനെ കോൾ ചെയ്തത് ഈ വീഡിയോ ആണ്, അതിനുള്ള തെളിവായിട്ട് ഈ വീഡിയോ മതി. ചന്ദ്രിക ഇങ്ങനെ അത് പിടിച്ചു നിൽക്കുകയാണ്. അവൾ ശരിക്കും മറ്റൊരു ലോകത്തായിരുന്നു. അതുവഴി സിദ്ധാർത്ഥ് പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അവനൊരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് പോവാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സിദ്ധു നോക്കുമ്പോൾ ചന്ദ്രിക എന്തോ ചിന്തിച്ച് നിൽക്കുകയാണ്. ചന്ദ്രിക, ഇതെന്താ ഈ ലോകത്തൊന്നും അല്ലല്ലോ. അപ്പോഴാണ് ചന്ദ്രിക ഞെട്ടിയിട്ട് സിദ്ധുവിനെ നോക്കുന്നത്. സർ, ഇത് നോക്ക്. ചന്ദ്രിക കൊടുത്ത ഫോണിൽ നിന്നും മേഘയുടെ ആ ഒരു ഫോൺ സംഭാഷണം സിദ്ധു കാണുകയാണ്. അവനും ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് സിദ്ധു അതിശയത്തോടെ പറയാണ്, ചന്ദ്രിക, നിന്റെ ഫോൺ എടുത്തിട്ടാണ് മേഘ ആകാശിൻ്റെ അച്ഛനെ വിളിച്ചത്? അതെ സർ. അപ്പോൾ മേഘയാണ് നിന്റെ ഫോൺ എടുത്തിട്ട് നീയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആരതിയുടെ കല്യാണം മുടക്കിയത്. ഇങ്ങോട്ട് നോക്ക്, ആദ്യം ഈ കാര്യം അമ്മയെ അറിയിക്കണം. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അമ്മയ്ക്ക് നിന്റെ മേൽ ദേഷ്യവും വെറുപ്പും ഉള്ളത്. ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി അമ്മയ്ക്ക് നീയാണ് നിരപരാധിയെന്നും മേഘയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുന്ദരി അങ്ങോട്ടേക്ക് വരുന്നത്. പേടിച്ചാണ് സുന്ദരി വരുന്നത്. സുന്ദരി അവരോട് ചോദിക്കുന്നുണ്ട്, സർ, എൻ്റെ ഫോണ്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്താ സുന്ദരി, ഈ വീഡിയോ നീയാണോ എടുത്തത്? അതെ സർ. എന്നിട്ട് ഇത്രയും കാലം നീ എന്ത് ഇത് ആരോടും പറയാതിരുന്നത്? അത് പിന്നെ ചന്ദ്രികയുടെ ഫോൺ എടുത്തിട്ട് മേഘ മാഡം വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടായിരിക്കില്ല ദേഷ്യം വരിക. അതുകൊണ്ടാണ് സർ പറയാതിരുന്നത്. പേടിച്ചെന്ന പോലെ സുന്ദരി പറയാണ്.
ചന്ദ്രിക ദേഷ്യത്തോടെ നിന്നപ്പോൾ സിദ്ധു അവളോട് പറയുന്നുണ്ട്, ചന്ദ്രിക ആദ്യം ഈ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അപ്പോൾ സുന്ദരി പറയാണ്, സർ എൻ്റെ ഫോൺ, ഇനി നിന്റെ ഫോണ് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു തരാം. ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ആരോടും പറയാതെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ നീ. ചന്ദ്രിക വാ. ചന്ദ്രികയും സിദ്ധു അവിടെ നിന്ന് പോകുമ്പോൾ സിദ്ധു ഒന്നുകൂടെ വാൺ ചെയ്യുന്നുണ്ട് സുന്ദരിയെ, നീ ഇവിടെ നിൽക്ക്, നിനക്കുള്ളത് വന്നിട്ട് തരാം. സുന്ദരി പേടിയോടെ നിൽക്കുകയാണ്. അതേസമയം ആരതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആരതിയെ കണ്ടപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, ആരതി. എന്താ സിദ്ധു? ആകാശിൻ്റെ അച്ഛനെ വിളിച്ച് നിന്റെ കല്യാണം മുടക്കിയത് ചന്ദ്രികയാണെന്ന് മേഘ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ആ പറഞ്ഞു. എന്നാ സത്യത്തിൽ നിന്റെ കല്യാണം മുടക്കിയത് ആരാണെന്ന് ഈ വീഡിയോ കണ്ടു നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും. സിദ്ധു ആ വീഡിയോ ഓണാക്കിയിട്ട് ആരതിക്ക് കൊടുക്കുവാണ്. അപ്പോൾ അവളിങ്ങനെ ഷോക്കായിട്ടാണ് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേഘ അതിൽ പറയുന്നുണ്ടായിരുന്നു, ആകാശിൻ്റെ അച്ഛനോട് സംസാരിക്കുകയാണ്, ആരതിയുടെ അച്ഛന് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം വേണമെന്നൊക്കെ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ ജീവിതമാണ് നശിക്കുക. ഫോണ് തിരിച്ചു കൊടുത്തുകൊണ്ട് ആരതി അതിശയത്തോടെ ചോദിക്കുകയാണ്, മേഘയാണോ അപ്പോൾ ആകാശിൻ്റെ അച്ഛനുമായിട്ട് സംസാരിച്ചത്? അതെ ആരതി. സിദ്ധു പറയുകയാണ്, എന്തോ ഭാഗ്യം കൊണ്ടാണ് മേഘ അറിയാതെ മേഘ സംസാരിച്ച കാര്യങ്ങളൊക്കെ സുന്ദരി വീഡിയോ എടുത്തത്. ഈ വീഡിയോ നമ്മളാരും കണ്ടില്ലായിരുന്നുവെങ്കിൽ അവസാനം വരെ നിന്റെ കല്യാണം മുടക്കിയത് മേഘയാണെന്നുള്ള കാര്യം നമ്മൾ ആരും അറിയാതെ പോയനെ. ആരതി കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. ഛേ, മേഘയാണോ ഇത്രയും തരംതാണൊരു കാര്യം ചെയ്തത്? അവൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതും പോരാഞ്ഞ് ആ തെറ്റ് മുഴുവൻ ചന്ദ്രികയുടെ പേരിലാക്കുകയും ചെയ്തു. ആരതിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുകയാണ്. അയ്യോ, സത്യം മനസ്സിലാക്കാതെ ഞാനും അമ്മയും ചേർന്ന് ചന്ദ്രികയെ എന്തൊക്കെയാണ് പറഞ്ഞത്. വേഗം തന്നെ ആരതി ചന്ദ്രികയോട് മാപ്പ് ചോദിക്കുകയാണ്. ഐ എം എക്സ്ട്രീംലി സോറി ചന്ദ്രിക, വെരി വെരി സോറി. ശരി, അത് സാരമില്ല ആരതി, ഈ കാര്യം നീ ഇപ്പം തന്നെ മറന്നേക്ക്. ചന്ദ്രിക അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇല്ല ചന്ദ്രിക, ഈ വിഷയം ഞാൻ ഇതിനോടെ തന്നെ വിടാൻ പോകുന്നില്ല. മേഘയെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിയാമോ? എന്നാൽ അവൾ തന്നെയാണ് എൻ്റെ കല്യാണം മുടക്കാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് അറിയുമ്പോൾ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്കെൻ്റെ രക്തമൊക്കെ കൊതിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥനോട് പറയാണ്, സിദ്ധു, എൻ്റെ കല്യാണം മുടക്കിയത് മേഘയാണ് ചന്ദ്രികയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ എത്രയും പെട്ടെന്ന് അമ്മയെ കൊണ്ടുപോയി കാണിക്ക് സിദ്ധു. ഞാൻ പോയി മേഘയ്ക്കുള്ള പണി ഇപ്പം തന്നെ കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് ആരതി അങ്ങോട്ടേക്ക് പോകാൻ നോക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്രിക അവളെ തടയുന്നുണ്ട്. ഏയ് വിട്ടേക്ക് ആരതി, മേഘയാണ് ഇത് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് ദൈവം കൊടുത്തോളും. ഈ പ്രശ്നം ഇതോടെ തന്നെ വിട്ടേക്ക്. ഇല്ല ചന്ദ്രിക, എനിക്കതിന് സാധിക്കില്ല. മേഘ എൻ്റെ കല്യാണം മുടക്കി. നീ വിചാരിക്കുന്നത് പോലെ അവളോട് ക്ഷമിക്കാനുള്ള വലിയ മനസ്സൊന്നും നിന്നെപ്പോലെ എനിക്കില്ല ചന്ദ്രിക. ഇന്ന് അവൾ ചെയ്ത കാര്യത്തിന് അവൾക്ക് ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നതെന്ന് നീ നേരിട്ട് കണ്ടോ എന്നും പറഞ്ഞിട്ട് ആരതി ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ചന്ദ്രിക പിന്നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരതി നിന്നിട്ടുണ്ടായിരുന്നില്ല. ആരതി പറഞ്ഞാൽ കേൾക്ക് ആരതി. അപ്പോൾ സിദ്ധുവും പറയുന്നുണ്ട്, ചന്ദ്രിക വിട്ടേക്ക്. ആരതിയോട് മേഘ ചെയ്തത് വലിയ വിശ്വാസവഞ്ചനയല്ലേ, അതുകൊണ്ട് അവളുടെ ദേഷ്യം ക്ഷമിക്കാൻ വേണ്ടി അവൾ എന്താണെന്ന് വെച്ചാൽ മേഘയോട് ചെയ്യട്ടെ. നീ ആദ്യം വാ, ഈ വീഡിയോ നമുക്ക് അമ്മയെ കാണിക്കാം. വാ ചന്ദ്രിക എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് പോവുകയാണ്. പക്ഷേ ചന്ദ്രിക ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം ആരതി പോയി മേഘയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അതേസമയം മേഘയുടെ വീട്ടിലാണെങ്കിൽ മേഘ നല്ല ജോളി മൂഡിലാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് അവളിങ്ങനെ പാട്ടൊക്കെ പാടുകയാണ്, ഷക്കലക്ക ബേബി ഷക്കലക്ക ബേബി. അപ്പോൾ മുത്തശ്ശി മനോഹരനും പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല മേഘ, നല്ല ഹാപ്പി മൂഡിലാണല്ലോ. മനോഹരൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഹാപ്പി മൂഡാണെന്ന് മാമൻ എങ്ങനെ മനസ്സിലായി? നീ പാടിയ പാട്ട് വെച്ച് മനസ്സിലായതാ നീ നല്ല ഹാപ്പി മൂഡാണെന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, എവിടേക്കാണ് പോകുന്നത്? കാഞ്ചീപുരത്ത് പോകുന്നതാ മുത്തശ്ശി. കാഞ്ചീപുരത്തേക്ക് എന്തിനാ പോകുന്നത്? കാഞ്ചീപുരത്ത് കൂടോത്രം ചെയ്യുന്ന സ്വാമിയില്ലേ, അദ്ദേഹത്തെ കാണാൻ പോകുന്നതാ. അയ്യോ, മുത്തശ്ശിക്കും മനോഹരനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ അതൊന്നും മനസ്സിലാവാതെ ഹാപ്പി മൂഡിലാണ് പറയുന്നത്. അപ്പോൾ മനോഹരൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ല മേഘ, ഈ കൂടോത്രം ചെയ്യുന്ന സ്വാമി ചെറുപ്പക്കാരനാണോ അതോ പ്രായമുള്ള ആളാണോ? അതെന്താ മാമ അങ്ങനെ ചോദിച്ചത്? അല്ല, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് തിളങ്ങിയിട്ടാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒന്ന് പോ മാമ, എപ്പോഴും മാമന് കളിയാക്കലേ നേരമുള്ളൂ. കളിയാക്കുന്നതോ? ആ, അദ്ദേഹം ഒരു വയസ്സായ ആളാണ്, കാണാൻ തന്നെ വല്ലാത്ത ഭയപ്പെടുത്തുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയന്ന് വിറക്കും. അത് കേട്ട് മുത്തശ്ശിക്ക് മനോഹരനും പുച്ഛം തോന്നുവാണ്. മാത്രമല്ല മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, ഞാൻ പേടിക്കുന്നോ?
അപ്പോൾ മേഘ ഇങ്ങനെ നോക്കുവാണ് അതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അല്ല മേഘ, നിന്റെ കൂടെ താമസിച്ച് നിന്നെ പേടിക്കാതെ നിന്റെ കൂടെ താമസിക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ഭയക്കുന്നത്? മനോഹരൻ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ മേഘയ്ക്ക് മനസ്സിലായി അയാൾ കളിയാക്കിയതാണ് തന്നെയെന്ന്. അപ്പോൾ പിന്നെ നിന്നെ പേടിക്കാത്ത ഞാൻ എന്തിനാ അയാളെ പേടിക്കേണ്ട ആവശ്യം? അയ്യോ, ഒന്ന് നിർത്ത് മാമ. വന്ന് വന്ന് എന്ത് പറഞ്ഞാലും എന്നെ കളിയാക്കുന്നതിലേ മാമൻ ഇപ്പോൾ നിൽക്കുന്നുള്ളൂ. അപ്പോഴേക്കും ആരതി ചവിട്ടി തുള്ളി വന്നിട്ട് ആ വീടിന്റെ വാതിൽ മുട്ടുന്നുണ്ടായിരുന്നു. അവൾ ശക്തിയായിട്ടാണ് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മൂന്നുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആരാ വന്നേന്ന് നോക്ക് മനോഹര എന്ന് പറയാണ് മുത്തശ്ശി. ചേച്ചി, ഈ വീടിന്റെ കതവ് ആര് തട്ടാനാ? ഒന്നുകിൽ കടക്കാരായിരിക്കും, അല്ലെങ്കിൽ ഭിക്ഷക്കാരായിരിക്കും. നിൽക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനോഹരൻ പാട്ടും പാടി വന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പൊ ആരതിയാണ് പുറത്തുണ്ടായിരുന്നത്. ആരതി, ഇതെന്താ മോളെ പുറത്തു നിൽക്കുന്നത്? അകത്തേക്ക് വരണ്ടേ? വെയിലിന് ചൂടേറിയിട്ടുണ്ട്, അതുകൊണ്ട് അകത്തേക്ക് വന്നുകൂടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കിയിട്ട് മേഘയെ വിളിക്കുകയാണ്. മേഘ, ആരതി വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വാ. അത് കേട്ടതും മേഘ സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. ഏയ് ആരതി, അകത്തേക്ക് വാ. കല്യാണത്തിന് ശേഷം നീ എന്നെ മറന്നില്ലേ? അതിനുശേഷം ഒരു പ്രാവശ്യം പോലും നീ എന്നെ വന്ന് കണ്ടതേ ഇല്ലല്ലോ. മേഘ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. ആരതിയാണെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് മേഘയെ നോക്കി നിൽക്കുന്നത്. ആരതിയുടെ നോട്ടത്തിന്റെ തീക്ഷ്ണത അത്രയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മേഘ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ ആരതി, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആരതി അത്രയും പ്രതികാരത്തോടെയാണ് മേഘയെ തന്നെ നോക്കി നിൽക്കുന്നത്. അതുപോലെ തന്നെ ആരതിയുടെ ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനൊക്കെ ഒരു അപകടം മണക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനേക്കാളും വലുതായിരുന്നു ആരതി കൊണ്ടുവന്ന സമ്മാനം. ഒരക്ഷരം പോലും മേഘയോട് സംസാരിക്കാൻ നിൽക്കാതെ നേരെ അവളുടെ ചെകിട്ടത്ത് നോക്കിയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. മുത്തശ്ശി മനോഹരനും ആകെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. മേഘയാണെങ്കിൽ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. വീണ്ടും ആരതി മേഘയുടെ കവിളിൽ ഒന്നുകൂടെ തല്ലിയിട്ടുണ്ടായിരുന്നു. ആരതിയുടെ മുഖത്ത് ദേഷ്യം കണ്ടപ്പോൾ ആർക്കൊന്നും ചോദിക്കാനും പറ്റുന്നില്ല. എങ്കിലും മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ മേഘ ഇങ്ങനെ തല്ലിയത്? നീ തല്ലാൻ മാത്രം എന്ത് തെറ്റാ മേഘ ചെയ്തത്? അത് കേട്ട സമയത്ത് അവർ മൂന്ന് പേരെയും നോക്കി നിൽക്കുകയാണ് ആരതി. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.